മെയിൽ ചെയ്യേണ്ടതെല്ലാം മെയിൽ ചെയ്ത് കഴിഞ്ഞു. വിളിക്കേണ്ടവരെല്ലാം നേരിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫയൽ കൂടി സാറൊന്ന് നോക്കണം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ CMന്റെ ഓഫീസിലേക്ക് ഇന്ന് തന്നെ ഇതങ്ങ് അയച്ചു കൊടുക്കാം. കയ്യിൽ വെച്ചേക്ക്, വേണ്ടതുപോലെ ചെയ്യാം. ആ, ചേച്ചിയെ കണ്ടത് നന്നായി. ഇങ്ങോട്ടിറങ്ങുമ്പോ ചേച്ചി എതിരെ വരണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അതെന്തിനാ? ഇന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനുവേണ്ടി പോവാ ഞാൻ. ചേച്ചിയെ കണ്ട് എന്നെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ അന്നെല്ലാം എനിക്ക് വിജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നും അതുപോലെ തന്നെ സംഭവിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് നടക്കുമെന്നിപ്പോ എനിക്ക് മനസ്സിലായി ചേച്ചിയെ കണ്ടപ്പോ. എന്റെ അനുഗ്രഹങ്ങൾ എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അതെനിക്കറിയാലോ ചേച്ചി. ചേച്ചി എന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നന്നായി വരും. എല്ലാ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാവും. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. നിന്നോടാരാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? എനിക്ക് ഒന്നും പറയണ്ട. എന്നെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ച സന്തതി. കണ്ടില്ലേ വന്ന് നിൽക്കുന്നത്? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എതിരെ വരേണ്ടത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുകളാ. ഇവിടെ അങ്ങനെ ഒരുത്തിയാണോ? ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷയും പോയി. അതിന്റെ റിസൾട്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാം. അത് എനിക്കെതിരായിരിക്കും. കാരണം ദാ നിൽക്കുന്നു ഓരോ അപശകുനായിട്ട്. എന്താ കുട്ടി ഇത്? കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ? മുത്തശ്ശി പണ്ട് പറയാറുണ്ട്, യാത്ര പുറപ്പെടും മുമ്പ് നല്ല ശകുനങ്ങൾ കാണണമെന്ന്. ഇതിപ്പോ നീ. പ്രതാപ, ഈശ്വരനെ മനസ്സുകൊണ്ട് നല്ലോണം പ്രാർത്ഥിച്ചോ, അല്ലാതെ വേറെ വഴിയില്ല. ബി ഇൻ ലിമിറ്റ്. അത് തെറ്റിക്കാൻ നോക്കിയോണ്ടല്ലോ. തൃപ്തിയായല്ലോ അവന്റെ മനസ്സ് വിഷമിച്ചപ്പോ. അതെങ്ങനെയാ? അനുസരണ എന്ന് പറയുന്നത് പണ്ടേ ഇല്ലല്ലോ. ഈ തറവാട് നശിപ്പിക്കും. അതിനാ നീ ജനിച്ചിരിക്കുന്നത്. എന്നെ കണി കണ്ടിട്ട് എത്ര സന്തോഷത്തോടെയാണെന്നറിയോ അവൻ ഇറങ്ങിയത്. നീ വട്ടം ചാടിയതോടെ എല്ലാം പോയി. ഇന്നവൻ പങ്കെടുക്കുന്ന മീറ്റിംഗിന്റെ ഭാവി അതെന്താവും? എല്ലാം നീ ഒറ്റ ഒരുത്തി വരുത്തി വെച്ചതാ. ഇങ്ങനെയുള്ള മകളുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ ജീവിതം പോക്കാം. ഇപ്പോൾ കിട്ടിയ വാർത്ത. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന പാലത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണാണ് അപകടമുണ്ടായത്. അമ്മേ, എന്താ മോളെ? വെള്ളിച്ചിന് അപകടം പറ്റിയെന്ന്. എന്താ എന്താ കാര്യം? നീ എന്തിനടി കരയുന്നേ? നീ ഒരു ഒറ്റ ഒരുത്തി കാരണോ ഈ അപകടം ഉണ്ടായത്. അവൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ മുന്നിൽ ചാടാറുള്ളത് നീയല്ലേ? ഇന്ന് നീ അങ്ങനെ ചെയ്തു. എടി, നിനക്കൊന്നുമേ ഐശ്വര്യമില്ല. അതിന്റെയാ നിന്റെ അച്ഛൻ ഇപ്പൊ അനുഭവിക്കുന്നത്. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം?
നിങ്ങൾക്കൊന്നും വേദനയും വിഷമവും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്കങ്ങനെയല്ല. പ്രതാപന്റെ ജീവിതമേ എനിക്ക് അത്രയ്ക്ക് വലുതാ. അവനൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ചേച്ചി കരയില്ലേ? ഇരിക്കടാ. മോളും ഇങ്ങോട്ട് ഇരുന്നേ, വാ. ഞാനിവിടെ നിന്നോളാം സത്യാമ്മേ. തിരുമേനി, ഇതാ വിഷ്ണുവിന്റെ. മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മീതെ നിർമ്മാണ ദിശയിലിരുന്ന പാലം ഇടിഞ്ഞു വീണു. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി സഞ്ചരിച്ച വാഹനത്തിനാണ് അപകടം സംഭവിച്ചത്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയോ? അത് പ്രതാപ് ഓർമ്മയല്ലേ? അപ്പൊ രാജു? കരയല്ലേ? അവരൊന്നും പറ്റി കാണില്ല. നീ ആ ഫോൺ എടുത്ത് അവനൊന്ന് വിളിച്ചേ. ഇങ്ങതാ. ഹലോ അമ്മേ. മോനെ, എന്താ മോനെ നിനക്ക് പറ്റിയത്? ഏയ് ഒന്നുമില്ല അമ്മേ, ചെറിയൊരു അപകടം. സാരാക്കാനൊന്നുമില്ല. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിലാമേ. സാറിന് ചെറിയ പരുക്കുണ്ട്, കൂടെ വന്നതാ. എനിക്കിപ്പൊ തന്നെ നിന്നെ കാണണം. പേടിക്കാനൊന്നുമില്ലമ്മേ, ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും. അമ്മ വിഷമിക്കണ്ട, എനിക്കൊന്നുമില്ല. ഞാൻ പിന്നെ വിളിച്ചോളാമേ. ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. ശരി അമ്മേ. അല്ല മോനെ. അതെ, മിനിസ്റ്റർ സാർ വിളിക്കുന്നു. അതെ, ഇപ്പോഴും തീർന്നില്ല നിന്റെ കരച്ചില്. നിന്റെ അച്ഛൻ ജീവനോടെ തന്നെ ഉണ്ട്. എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടേ അവൻ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ ഈ വീട്ടിൽ വന്നു കയറിയ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയൂ? നിന്നെ പിടിച്ച് പുറത്താക്കും. അപശകുനമാ നീ. നിന്നെ പോലെ ഒരുത്തിന്റെ സ്ഥാനവേ ഈ വീടിനകത്തല്ല, വീടിന് പുറത്താ വേണ്ടത്. പുറത്ത്. നമുക്ക് അവിടെ ഇരിക്കാം സാർ. വാർത്ത കേട്ടപ്പോ ഞങ്ങൾ എല്ലാവരും പേടിച്ചു. പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീഴാന്നൊക്കെ പറഞ്ഞ എന്തായാലും ഇത്രയല്ലേ പറ്റുള്ളൂ. ഇറങ്ങാൻ നേരവേ ഇവള് ശകുനം വന്നോണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. അല്ല, ഒരിക്കലും അല്ല. അതല്ല സത്യം. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ മാഡം എതിരെ വന്നില്ലേ? ആ സമയത്ത് സാറ് മാഡത്തിനെതിരെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ഒരു 3-4 മിനിറ്റ് പോയി. അതെ, അത് തന്നെയാ ഞാനും പറയുന്നത്. ആ 3-4 മിനിറ്റ് പോയില്ലായിരുന്നെങ്കിലേ പാല ഇടിഞ്ഞ് വീഴുന്നതിന് മുൻപ് അപകട സ്ഥലത്തുനിന്ന് കടന്നു പോവാറുന്നല്ലോ. അവിടെ നിങ്ങൾക്ക് തെറ്റി. സാറിന്റെ വണ്ടിക്ക് മുന്നേ ധാരാളം വണ്ടികൾ അതിലൂടെ പോയിരുന്നു. അതിന്റെ അവസ്ഥയൊക്കെ ഒന്ന് പോയി കാണണം. പാലത്തിന്റെ പ്രധാന ഭാഗം ഇടിഞ്ഞു വീണത് 3-4 മിനിറ്റ് മുമ്പാ. അത്രയും സമയം വൈകിയതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടത്.
അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മുൻപേ പോയ വണ്ടികളുടെ അവസ്ഥ തന്നെ ആയേനെ ഞങ്ങൾക്കും. സാറിപ്പോ ജീവനോടെ ഇരിക്കുന്നത് മാഡം കാരണം. മാഡം എതിരെ വന്ന് 3-4 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് തലനാരിഴയ്ക്ക് മരണത്തിൽ നിന്ന് സാറ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് മാഡം ഒരിക്കലും മോശ ശകുനായിരുന്നില്ല. മാഡം നല്ല ശകുനായിരുന്നു. നല്ല ശകുനം. ഏട്ടാ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പ്രതാപ. കുറച്ചു ദിവസം റെസ്റ്റ് എടുത്താ എല്ലാം മാറിക്കോളും. അതുവരെയുള്ള എന്റെ പരിപാടികൾ എന്ത് ചെയ്യുമെന്നാ ചേച്ചി ഞാൻ ചിന്തിക്കുന്നത്. ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും എനിക്ക്. ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ പുറത്തുള്ള മീറ്റിങ്ങുകളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാം. ഞാനിവിടെ വിശ്രമിക്കുന്ന സമയത്ത് അതൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണം. പറ്റുമോ ചെയ്യാൻ? പറ്റും. എന്താ പറ്റാത്തെ? അത് അവൻ പറയട്ടെ. രാജു, ഞാൻ അവനോടാ ചോദിച്ചത്. അത് ഞാൻ പറ രാജു, എനിക്കും സർക്കാരിനും പാർട്ടിക്കും ദോഷം വരാത്ത വിധം അതൊക്കെ കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിയുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. എന്താ, നീ അത് ചെയ്യില്ലേ? ജെയിംസ്, ഭാരിച്ച ഉത്തരവാദിത്വ സാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഭംഗിയായിട്ട് ചെയ്തോളാം. മതി, അത് മതി. രാജു, സർ, എനിക്കൊന്ന് കിടക്കണം. അമ്മേ, എന്തിനമ്മേ കരയുന്ന? ഒരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വന്നില്ലേ? എന്നാലും ഭാഗ്യം കൊണ്ടല്ലേ മോനെ നീ രക്ഷപ്പെട്ടത്. ദൈവാനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റുമായിരുന്നോ? അമ്മേ, ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ നീയ. നിനക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. അമ്മേ, കരയില്ലമ്മേ, കരയില്ലേ? വിവരം അറിഞ്ഞപ്പോ മുതല് ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാജു. നാട്ടുകാരുടെ പ്രാർത്ഥന വേറെ. എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ടാ അപകടം ഒന്നും പറ്റാതിരുന്നത്. രാജു, ഞാൻ വഴിപാട് നേരാത്ത അമ്പലങ്ങളില്ല. രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. വ്രതം എടുത്ത് രമ്യ. ആർക്ക് വേണ്ടിയാ? ഏട്ടന് വേണ്ടിയാ. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? രമ്യ കണ്ടല്ലോ എന്നെ എന്തുമാത്രം എന്റെ വീട്ടുകാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇവരാണ് എന്റെ ലോകം. ഞാനെന്നൊരാളെ ചുറ്റിപ്പറ്റിയാ ഇവര് ജീവിക്കുന്നത്. എനിക്കിവരെ നിരാശപ്പെടുത്താൻ പറ്റില്ല ഒരിക്കലും. അതുപോലെ രമ്യയ്ക്ക് ഒരു കുടുംബമുണ്ട്. രമ്യ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ 2 കുടുംബങ്ങളും ഒന്നാവേണ്ടതല്ലേ? രമ്യ ഈ വീട്ടിലേക്ക് വരേണ്ട കുട്ടിയല്ലേ? ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന? ആരാരുടെ വീട്ടിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരവരുടെ തലവരെയാ. അതൊന്നും മാറ്റി വരയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ കഴിക്കാൻ പോവാ. വ്രതം അവസാനിപ്പിച്ച് നീയും ചെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക. എനിക്ക് വേണ്ടി ആരും പട്ടിണി കിടക്കുന്നത് ശരിയല്ല. എനിക്കത് താല്പര്യമില്ല.
മോനെ, ഒരുപാട് ആലോചിച്ചിട്ടാ ഞാൻ ഈ കോൾ ചെയ്യുന്നത്. ഇനിയും നമ്മൾ മിണ്ടാതിരുന്ന ആ രാജു കയറി മന്ത്രിയാകും. നീ അവതരിക്കേണ്ട സമയമായി ദീപക്കെ. ഇനി നീ ഇവിടെ ഉണ്ടായിരിക്കണം. പുറപ്പെട്, എത്രയും വേഗം പുറപ്പെട്. നിനക്ക് വേണ്ടി ഞാനും ഈ കോവിലകവും കാത്തിരിക്കുക. പ്ലീസ് അച്ഛാ, ഇന്നും വെറുക്കല്ലേ. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അച്ഛനെ. അച്ഛാ, എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വരണമെന്നും ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയണമെന്നുണ്ട്. ചെയ്യാത്തത് പേടിച്ചിട്ട്, അച്ഛൻ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട്. യാമിനി, ചേച്ചി, കുറച്ച് വെള്ളം. നിക്ക് നിക്ക്. വെള്ളം. എന്താ എന്താ ഇവിടെ ഒരു ഒച്ച കേട്ടത്? ആരാ ആരാ ഇത് പൊട്ടിച്ചത്? അച്ഛൻ. നോക്ക്, നോക്ക കയ്യിലേക്ക്. അതേ വളകള്. എന്താണോ ഞാൻ മറക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാവുള്ളൂ. പത്മാവതിയുടെ വളകൾ എടുത്ത് ഇട്ടപ്പോഴേ ഞാൻ കരുതിയതാ നിനക്കത് ഇഷ്ടാവില്ലെന്ന്. ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. ആരനുസരിക്കാൻ? സ്വന്തം അമ്മയുടെ വളകൾ ഇടണ്ടാന്ന് ഇവളോട് പറഞ്ഞ ഇവളത് കേക്കോ? ഞാൻ വെറും അമ്മായിയല്ലേ? എന്റെ നാശം കാണണം, അതാ ഇവളുടെയൊക്കെ മനസ്സില്. അതുകൊണ്ടാ പറഞ്ഞിട്ടൊന്നും അനുസരിക്കാത്തത്. അമ്മയുടെ വളകള് എനിക്കറിയില്ലായിരുന്നു. ഒന്നും പറയണ്ട. പൊക്കോളിന് എന്റെ മുമ്പിൽ നിന്ന് പോകാൻ. ഈശ്വരന്മാർ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണല്ലോ ചേച്ചി. ചേച്ചിക്ക് അറിയാമല്ലോ ഒരു കാലത്ത് എന്തുമാത്രം പത്മാവതിയെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന്. എന്റെ എല്ലാം ഞാൻ അവൾക്ക് കൊടുത്തു. എന്റെ അച്ഛൻ മരിച്ചപ്പോ പത്മാവതി എന്റെ കൂടെ ഉണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ അവള് ചെയ്തതോ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എല്ലാം മറക്കാൻ ശ്രമിക്കായിരുന്നു ഞാൻ. അപ്പോഴാ ഇവള് മനഃപൂർവ്വ ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നെ നോവിക്കണം, അതാ അവളുടെ മനസ്സിൽ. പോട്ടെ, സാരില്ല. ഇനി നീ അതൊന്നും ഓർക്കണ്ട. എങ്ങനെ ഓർക്കാതിരിക്കും ഞാൻ? അവള് ഓരോ നിമിഷവും ചെയ്തു വെക്കുന്നത് ചേച്ചി കാണുന്നില്ലേ? പത്മാവതി ഇവിടുന്ന് പോയിട്ടില്ല. എന്റെ മോളുടെ രൂപത്തില് അവൾ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ പട്ടട കാണണം, എങ്കിലേ അവൾക്കൊക്കെ സമാധാനമാവും. അതിനു വേണ്ടിയാ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത്. നീ വിഷമിക്കാതെ, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ഇനി ഒരു തകർച്ച അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് ഉറപ്പുവരുത്താൻ എനിക്കറിയാം.
ചേച്ചി എന്നു മുതൽ തുടങ്ങി ഈ പ്രാർത്ഥനയൊക്കെ? ഇങ്ങനെയൊന്നും പതിവില്ലായിരുന്നല്ലോ. വഴിപാടാപ്പു. അച്ഛന് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോ നേർന്നതാ. എന്റെ പ്രാർത്ഥന കൊണ്ടാ അച്ഛന് വേറൊന്നും പറ്റാതിരുന്നത്. ഇവിടെ മാത്രമല്ല, ഒരുപാട് അമ്പലങ്ങളില് പ്രത്യേകം വഴിപാട് ഞാൻ നേർന്നിട്ടുണ്ട്. അതൊക്കെ വഴിയെ ചെയ്യണം. പ്രാർത്ഥിക്കുമ്പോ നിനക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കും മോളെ. നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേ. അങ്ങനെ ഒരാള് വന്നാലേ ഇനി നിനക്ക് രക്ഷയുള്ളൂ. നിനക്ക് ചുറ്റും കുറെ ദുഷ്ടശക്തികളാണ് നിനക്ക് ചുറ്റും ഇപ്പോ. അതൊന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ലൊരാള് നിന്റെ ജീവിതത്തിലേക്ക് വരണം.